ബഹുമാനപ്പെട്ട ജാബിർ അലി ഉസ്താദ് ഇപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചതിലേക്കുള്ള വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നു. തഹ്ഖീഖ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ആസ് ഓപ്പോസിറ്റ് അഗൈൻസ്റ്റ് ടു തഖ്ലീദ്. പറയുന്നത് കേൾക്കുന്നില്ല അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ഇന്ന് തഹ്ഖീഖ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയെ ഹിസ്റ്റോറിക്കലി നമുക്ക് ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുക, അതിനെ കൃത്യമായി മനസ്സിലാക്കുക. ആ തഹ്ഖീഖിൻ്റെ പ്രാക്ടീസ് ലീഗൽ ഹെർമന്യൂട്ടിക്സ്, നിയമപരമായ ചിന്ത എന്ന് പറയുന്നതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അത് ഇസ്ലാമിക നിയമവ്യവസ്ഥ മോഡേൺ ലീഗൽ ഫ്രെയിംവർക്കിൽ നിന്ന് എങ്ങനെ അതിനെ വ്യത്യസ്തമാക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ചുരുങ്ങിയത് ഇത് ഈ ഒരു ടോക്കിൻ്റെ ഒരു ആദ്യത്തെ സെഷനിലെങ്കിലും ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാൻ വിചാരിക്കുന്ന ഇവൻ്റ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇത് ഞാൻ കണ്ടെത്തിയതല്ല, ഓൾറെഡി ഈ സാധനങ്ങൾ ചുരുങ്ങിയത് 2 സ്കോളേഴ്സ്, ഇപ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലുള്ള സുഹൈറ സിദ്ദീഖി എന്ന് പറയുന്ന ഒരു സ്കോളറും അതേപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള യൂസുഫ് സൂഫി എന്ന് പറയുന്ന ഒരു സ്കോളറും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ അതിനെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. ഇത് 12ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇമാം സുബക്കി തങ്ങൾ അത്തബഖാത്തു ഷാഫിയ്യയിൽ എനിക്ക് തോന്നുന്നത് ഷിറാസി ഇമാമിൻ്റെ ബയോഗ്രഫി പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്ന കഥയാണ്. അപ്പോൾ ഷിറാസി ഇമാമല്ല, അബുൽ വലീദുൽ ബാജി, അന്തുലൂഷ്യനായിട്ടുള്ള മാലിക് പണ്ഡിതനായിട്ടുള്ള അബുൽ വലീദുൽ ബാജി ഷിറാസി ഇമാമിൻ്റെ ശിഷ്യനായിരുന്നു. അബുൽ വലീദുൽ ബാജി ബഗ്ദാദിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇവൻറ്റിന് സാക്ഷിയായി. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലുള്ള വളരെ പ്രമുഖനായ ഷാഫി പണ്ഡിതൻ അലിയു ത്വബരി, ഇമാം അലിയു ത്വബരി ഇമാം ഖഫാലു ഷാഷിയുടെ ശിഷ്യനാണ്. ഖഫാലു ഷാഷി എന്ന് പറഞ്ഞാൽ ഇമാം സുറൈജിൻ്റെ ശിഷ്യനാണ്, ഇബ്നു സുറൈജിൻ്റെ ശിഷ്യനാണ്. ഇബ്നു സുറൈജ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്. അതിൻ്റെ ഒരു ജീനിയോളജി അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്വബരി ഇമാമിൻ്റെ ഭാര്യ മരണപ്പെട്ട സന്ദർഭമാണ്. ബഗ്ദാദിലെ ഒരു രീതി എന്ന് പറയുന്നത്, മരണം നടന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 3 ദിവസം പോയി പരിപാടി ഉണ്ടാവും. ദുആ, അതിന് മുന്നിൽ കണ്ണു പോക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ കണ്ണുപോക്കുക എന്ന് പറയും. ചിലയിടത്തിൽ ബന്ധുക്കളെ പോയി കാണുക, അവരോട് നമ്മൾ അനുശോചനം പറയുക, അവരെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ബഗ്ദാദിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് പള്ളിയിൽ നിൽക്കും, പള്ളിയിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ത്വബരി ഇമാമ് പള്ളിയിലാണ്, ആളുകൾ വരുന്നു, അദ്ദേഹത്തെ കാണുന്നു, പോകുന്നു, ഭാര്യ വഫാത്തായതിലുള്ള അനുശോചനങ്ങൾ പറയുന്നു. ആ സമയത്താണ് ബഗ്ദാദിൽ തന്നെയുള്ള വളരെ പ്രമുഖനായ ഒരു ഹനഫി പണ്ഡിതൻ ഇമാം സ്വൈമരിയാണ്. ഇമാം സ്വൈമരിയും അദ്ദേഹത്തെ ഷാഫി പണ്ഡിതനായിട്ടുള്ള ത്വബരിയെ കാണാൻ വേണ്ടി, ഭാര്യ മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി പള്ളിയിലേക്ക് എത്തുകയാണ്. ഇവർ രണ്ടുപേരും ബഗ്ദാദിലെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ മുതിർന്ന പ്രായമുള്ള പണ്ഡിതരാണ്. ഇപ്പോൾ ഇമാം സ്വൈമരി പള്ളിയിലെത്തുമ്പം 2 പ്രഗത്ഭരായ ഷാഫി ഹനഫി പണ്ഡിതന്മാർ പള്ളിയിൽ കണ്ടപ്പോൾ പള്ളിയിലുള്ള വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുകയാണ് അവരോട്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 2 പേരും ഒരു ലീഗൽ ഡിബേറ്റ് നടത്തണം, ഫിഖ്ഹിൽ ഒരു സംവാദം നടത്തണം. ഇതിൻ്റെ ഒരു പാരഡോക്സി നമ്മൾ ആലോചിക്കണം. ഇത് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുന്നത് ത്വബരി ഇമാമിൻ്റെ ഭാര്യ മരിച്ച് 2 ദിവസമാവുന്നുള്ളൂ. ഭാര്യ മരിച്ചതിൻ്റെ അനുശോചന പരിപാടി നടക്കുന്ന ആ മൊമെൻറ്റിൽ, ആ സമയത്താണ്, അത് ഒരു മരണച്ചടങ്ങിലാണ് വിദ്യാർത്ഥികൾ അവരോട് ആവശ്യപ്പെടുന്നത്, എന്ത് വേണം, ഞങ്ങൾക്കൊരു ഡിബേറ്റ് നിങ്ങൾ നടത്തി തരണം എന്ന് പറയുന്നത്. ഇത് ഓക്കെ, ഒരു പക്ഷേ നമുക്ക് സ്ട്രെയിഞ്ച് ആയിരിക്കും. മരണ വീട്ടിൽ അടിയുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വൃത്തിയുള്ള പരിപാടിയല്ല. പക്ഷേ ആ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് സ്ട്രെയിഞ്ച് അല്ല, അവർക്കത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള, വളരെ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അബുൽ വലീദുൽ ബാജി തന്നെ അവിടെ എഴുതുന്നുണ്ട്, അതിൻ്റെ തുടർന്ന് എഴുതുന്നത്, ബാജി ഇമാമ് ബഗ്ദാദുകാരനല്ല, അന്തുലൂഷ്യനാണ്. മൂപ്പർ എഴുതുന്നത് ബഗ്ദാദിലെ മരണത്തോടനുബന്ധിച്ചുള്ള സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രാക്ടീസുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഖുർആൻ ഓതലും 2 ജദൽ നടത്തലുമാണ്, ഡിബേറ്റ് നടത്തലുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഓതുന്നതിനോട് സമാനമായിട്ടാണ് ഇവർ ജദലിനെ കാണുന്നത്, ഡിബേറ്റിങ്ങിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റ്. ഇനി എന്തായിരുന്നു ഡിബേറ്റ്, എങ്ങനെ ഡിബേറ്റ് സംഭവിച്ചു, അത് ഞാൻ തുടർന്ന് പറയാം. ഡിബേറ്റ് നടന്നു. മരണാനന്തര പരിപാടികളുടെ ഭാഗമായിട്ട് ഒരു സംവാദ സദസ്സും അവിടെ നടന്നു. ഫിഖ്ഹി വിഷയങ്ങളിലുള്ള ഡിബേറ്റ്, ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റിംഗ് എന്ന് പറയുന്നത്, അതിനെ പ്രാക്ടീസ് ചെയ്യാം. തിയററ്റിക്കലി ജദൽ എന്ന് പറയുന്ന ഫീൽഡ്
ഫിഖ്ഹിലുള്ള ഡിബേറ്റുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഇൽമുൽ ജദൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീൽഡാണ്. അതിനെക്കുറിച്ച് തിയററ്റിക്കലി അതിനെ പറയാം, എങ്ങനെയാവണം ഡിബേറ്റ്, ഡിബേറ്റിൻ്റെ സ്ട്രക്ചറുകൾ എന്താണ്, മോഡലുകൾ എന്താണ്, അതൊരു ആസ്പെക്റ്റിലുണ്ട്. ഈവൻ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹ് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഖിയാസിൻ്റെ ഒക്കെ ബാബ് വന്നാൽ അതിലെപ്പോഴും ഓരോ സാധനങ്ങൾ അനാലൈസ് ചെയ്യുമ്പോഴും അത് എഴുതുന്ന ആളുടെ, ഈവൻ നമ്മൾ ജമുൽ ജവാമിയിൽ ഒരു മുതനാദിർ ഹസ്മി എന്ന് പറയുന്ന ഒരു ഇമാജിനേഷൻ അവിടെ എപ്പോഴും ഉണ്ടാവും. അഥവാ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു ഫ്രെയിംവർക്കും അതിൻ്റെ മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്കൊക്കെ കിടക്കുന്നത് ഒരു ഡയലക്റ്റിക്കൽ മൊമെന്റിലാണ്. രണ്ടുപേര് തമ്മിൽ പരസ്പരം രണ്ട് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് വ്യൂ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഉസൂലിയായിട്ടുള്ള മെത്തഡോളജികളും ഫ്രെയിംവർക്കുകളും വർക്കാവുന്നത് എന്നുള്ളൊരു ഇമാജിനേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് പ്രാക്ടീസിൽ ഡിബേറ്റ് എന്ന് പറയുന്നത് ആസ് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ പരിപാടിയായിട്ട് തന്നെ 12ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ നമ്മൾ കാണുന്നു. ഇനി ഇതേ അബൂ ഇസ്ഹാഖ് ഷിറാസി ഇമാമിൻ്റെ വേറൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വേറൊരു കഥ. അദ്ദേഹം ഒരേ സമയത്ത് നിസാമിയ മദ്രസയിലെ പ്രിൻസിപ്പളാണ് ബഗ്ദാദിലെ. അതേ സമയത്ത് അവിടെ അബ്ബാസി ഖലീഫയുടെ ഡിപ്ലോമാറ്റ് കൂടെയാണ്. അബ്ബാസി ഖലീഫയുടെ വ്യത്യസ്തമായ മിഷനുകളും സാധനങ്ങളുമായിട്ട് നമ്മൾ മാവർദി ഇമാമിനെ കുറിച്ച് പറയുന്നത് പോലെ ഒരേ സമയത്ത് ബ്യൂറോക്രാറ്റ് കൂടിയായിരുന്നു ഷിറാസി ഇമാം. അപ്പുറത്ത് തന്നെ പണ്ഡിതനുമാണ്, അധ്യാപകനുമാണ്. ഷിറാസി ഇമാം ബഗ്ദാദിൽ നിന്ന് ഖലീഫയുടെ ഉത്തരവാദിത്ത ഒരു പ്രൊജക്റ്റ്, ഒരു മിഷനുമായിട്ട് നീഷാപൂരിലേക്ക് എത്തുകയാണ്. നൈസാപൂർ എന്ന് പറയുന്നത് അന്നത്തെ സുൽത്താൻ എന്ന് പറയുന്നത് സെൽജൂക്ക് സുൽത്താനാണ്. സെൽജൂക്ക് സുൽത്താൻ എന്ന് പറയുന്നത് ഖലീഫയ്ക്ക് കീഴിലുള്ള ഒരു പൊസിഷനാണ്, ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ്, വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. അന്നത്തെ നൈസാപൂരിലുള്ള സെൽജൂക്ക് സുൽത്താനായിരുന്ന മലിക് ഷായുടെ അടുത്തേക്കും അവരുടെ വസീറായ നിസാമുൽ മുൽക്കിൻ്റെ അടുത്തേക്കും ദൂതനായിട്ട്, ഡിപ്ലോമാറ്റായിട്ട് അബൂ ഇസ്ഹാഖ് ഷിറാസി നൈസാപൂരിലേക്ക് എത്തുന്നു. മൂപ്പരുടെ പദ്ധതി എന്ന് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത് സുൽത്താൻ്റെ മകനും പിന്നെ രാജാവായിട്ടുള്ള ഖലീഫയായിട്ടുള്ള അബ്ബാസി ഖലീഫയുടെ മകളും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ളൊരു മിഷനായിട്ടാണ് വരുന്നത്. പക്ഷേ നിഷാപൂരിലെത്തുന്ന ഷിറാസി ഇമാമിനെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ വേറെ നടക്കുന്നുണ്ടാവും. ഇമാം ജുവൈനി തങ്ങൾ, ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി നിസാപൂരിലുള്ള നിസാമിയ മദ്രസയിലേക്ക് ക്ഷണിക്കുന്നു. നിസാമിയ മദ്രസയിലേക്ക് ക്ഷണിക്കാനുള്ള താല്പര്യവും ലക്ഷ്യവും എന്ന് പറയുന്നത് ഒരു ഡിബേറ്റ് നടത്തുക എന്നുള്ളതാണ്. രണ്ട് പ്രഗത്ഭ പണ്ഡിതരാണ്, ഒരേ കാലത്ത് രണ്ട് സ്ഥലങ്ങളിലുള്ള രണ്ട് പ്രഗത്ഭ പണ്ഡിതരാണ്. ഒന്ന് പിന്നെ നിസാപൂരിലുള്ള ഇമാമുൽ ജുവൈനി, ഇപ്പുറത്ത് ബഗ്ദാദിലുള്ള അബൂ ഇസ്ഹാഖ് ഷിറാസി. അങ്ങനെ നിസാമിയ മദ്രസയിൽ, നിസാപൂരിലെ മദ്രസയിൽ ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുങ്ങുന്നു. പ്രഗത്ഭരായ പണ്ഡിതരും വിദ്യാർത്ഥികളും ഒക്കെ എത്തുന്നു. അവർ അവിടെ ഒരു ഡിബേറ്റ് നടത്തുന്നു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹനഫി ഷാഫി എന്ന് പറയുന്ന രണ്ട് പണ്ഡിതർ തമ്മിലുള്ള ഡിബേറ്റ് അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നതിനപ്പുറം ഒരേ മദ്ഹബിൽ അംഗീകരിക്കുന്ന, ഒരേ മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന രണ്ട് പണ്ഡിതർ തമ്മിലുള്ള ഡിബേറ്റാണ്. പക്ഷേ ഇവരുടെ ഡിബേറ്റിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമുള്ള വിഷയമാണ്. വിഷയം ഫോഴ്സ്ഡ് മാരേജിനെ കുറിച്ചാണ്. അഥവാ മുതിർന്ന പ്രായപൂർത്തിയായ ബിക്റായ വിർജിനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സമ്മതമില്ലാതെ വാപ്പ കല്യാണം കഴിച്ചു കൊടുത്താൽ അത് ലീഗലി വാലിഡ് ആണോ അല്ലയോ, അത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് ഡിബേറ്റിൻ്റെ വിഷയം. രണ്ടുപേരുടെയും അഭിപ്രായത്തിൽ അത് ലീഗലി വാലിഡ് ആണ്. ഷാഫി മദ്ഹബ് അടിസ്ഥാനത്തിൽ നമുക്കറിയാം. രണ്ടുപേർക്ക് ഒരേ അഭിപ്രായമാണ്. പക്ഷേങ്കിൽ അവിടെ ഡിബേറ്റിന് വേണ്ടിയിട്ട് ഇമാമുൽ ജുവൈനി തങ്ങൾ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് മുതിർന്ന പ്രായപൂർത്തിയായ ബിക്റായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു, പിതാവ് സമ്മതമില്ലാതെ, കൺസെന്റ് ഇല്ലാതെ വിവാഹം ചെയ്തു കൊടുത്താൽ അത് ശരിയാവൂല, വാലിഡ് അല്ല എന്നുള്ള പൊസിഷൻ ഇമാമുൽ ഹറമൈനി തങ്ങൾ എടുക്കുന്നു. എന്നിട്ട് ഷിറാസി ഇമാമായിട്ട് ഈ വിഷയത്തിൽ ഡിബേറ്റ് നടത്തുന്നു. നമ്മൾ ആലോചിക്കണം, ജുവൈനി ഇമാമിൻ്റെ അഭിപ്രായം അതല്ല, അത് ജുവൈനി ഇമാമിൻ്റെ നിഹായിൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഷാഫി മദ്ഹബിലെ ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്, വാലിഡ് ആണ് എന്നുള്ളതാണ്. ഇവിടെ വിഷയത്തിൻ്റെ കീ മൊമെൻ്റ് വരുന്നത് ഹനഫികളുടെ അടുത്ത് ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ, ബിക്റായ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാം, വാലിഡ് ആണ്. പക്ഷെ അവർക്ക് വാലിഡ് അല്ല, ശരിയാവൂല എന്നുള്ളവർ പറയുന്നത്, കൺസെന്റ് ഇല്ലാതെ വിവാഹം ചെയ്തു കൊടുത്താൽ ശരിയാവൂല എന്ന് പറയുന്ന മൊമെന്റ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇമാമുൽ ഹറമൈനി തങ്ങൾ ഒരു ഹനഫി പൊസിഷൻ എടുക്കുന്നു, ഒരു ഡിബേറ്റ് നടത്തുന്നു. ഡിബേറ്റ് അവിടെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു. അവിടെ വന്ന വിദ്യാർത്ഥികൾക്കും പണ്ഡിതർക്കും മുമ്പിൽ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു. മൂന്നാമത്തെ അബൂ ഇസ്ഹാഖ് ഷിറാസി ഇമാമിൻ്റെ തന്നെയാണ്. ഷിറാസി ഇമാമിനെ കുറിച്ച്, ഷിറാസി ഇമാമിൻ്റെ മദ്രസ സിസ്റ്റവും മദ്രസ സിസ്റ്റത്തിലെ ടീച്ചിങ് മെത്തേഡുകളൊക്കെ കുറിച്ചൊക്കെ
ജോർജ് മഖ്ദീസിയുടെ വളരെ ഫേമസ് ആയ ദ റേസ് ഓഫ് കോളേജസ് ഇൻ ഇസ്ലാം ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ് പെഡഗോജിക്കൽ രീതി, എങ്ങനെയാണ് മദ്രസകളിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്, അഥവാ പള്ളി ദർസുകളിലോ ചെറിയ ചെറിയ പള്ളിക്കൂടങ്ങളിലോ അല്ല, ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഇന്ന് ഡിഗ്രി മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ലെവലിൽ ആലോചിക്കാൻ പറ്റുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥലങ്ങളിൽ ഇസ്ലാമിക ലോകത്തും വെസ്റ്റിലുമുള്ള വിദ്യാഭ്യാസ രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി ഉള്ളത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ആർഗ്യുമെന്റ് വേറൊരു സാധനമാണ്. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു 11ാം നൂറ്റാണ്ടിന് ശേഷം പഠനം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവുന്നു. മദ്രസ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരേ സമയത്ത് ഇസ്ലാമിക ലോകത്തും അപ്പുറത്ത് ക്രിസ്ത്യൻ സ്കോളാസ്റ്റിക് ലോകത്തും സംഭവിക്കുന്നു എന്നുള്ളതാണ് മൂപ്പരുടെ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്. പക്ഷെ നമ്മുടെ വിഷയം അവിടെയല്ല. വിഷയം മൂപ്പര് മദ്രസയിലെ പഠിപ്പിക്കുന്നതിൻ്റെ രീതി എങ്ങനെയെന്നുള്ള വിഷയത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അബു ഇസ്ഹാഖ് ഷിറാസി ഇമാമിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരായിട്ടുള്ള അബുൽ വലീദുൽ ബാജിയെയും ഇബ്നു അഖീലിനെയും, ഇബ്നു അഖീൽ ഹംബലി സ്കോളറാണ്, പിന്നീട് ഹംബലി പണ്ഡിതനാണ്. അബുൽ വലീദുൽ ബാജി മാലിക്കി പണ്ഡിതനാണ്, പിന്നീട് മാലിക്കി പണ്ഡിതനാണ്. 2 പേരും അബു ഇസ്ഹാഖ് ഷിറാസിൻ്റെ ശിഷ്യന്മാരാണ്. ഇവർ രണ്ടുപേരും മുതിർന്ന കുട്ടികളാണ്. മുതിർന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വാഹിബ് എന്ന് പറയും. അസ്ഹാബ് ഷാഫി എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ കൂടെ, ഷാഫി ഇമാമാണ് വലിയ ടീച്ചർ, ഷാഫി ഇമാമിൻ്റെ സഹായികളായിട്ടുള്ള ടീച്ചർമാർ എന്ന ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരുമാണ്. അതാണ് സ്വാഹിബ് എന്നുള്ള പദത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഞാനിപ്പോൾ ഇബ്നു ഖൽദൂൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക് എൻ്റെ പ്രൊഫസർ പഠിപ്പിക്കുന്ന ബാച്ചിലർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പം ആ പ്രൊഫസർക്ക് സഹായിയായിട്ട് ഇന്ന് മിക്ക യൂണിവേഴ്സിറ്റികളിലും മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയും വെക്കും. ടീച്ചിങ് അസിസ്റ്റന്റ് എന്ന് തന്നെ പറയും, ചിലപ്പോൾ ടീച്ചിങ് ഫെല്ലോ എന്ന് പറയും. ഞാൻ ടീച്ചിങ് ഫെല്ലോ എന്നുള്ള പൊസിഷനിലാണ്. അഥവാ നമുക്ക് സ്വാഹിബുൽ ഞാൻ എൻ്റെ പ്രൊഫസർ ഉദാഹരണത്തിന് ഖലീൽ ബർക്കത്തായാണ്. അപ്പോൾ മൂപ്പരുടെ സ്വാഹിബാണെന്ന് വേണമെങ്കിൽ ടെക്നിക്കലി നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, എത്ര കറക്റ്റ് ആണെന്നുള്ളത്. പക്ഷേ ഏകദേശം അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, മഖ്ദീസി പറയുന്ന സാധനം. അപ്പം ആ മദ്രസയിലെ ഏറ്റവും പുതിയ വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഫിഖ് പഠിക്കാൻ വേണ്ടി അടിസ്ഥാന മസലകളല്ല, ഫിഖ് ഹാസ് എ സ്കോളർലി പരിപാടിയായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ഫിഖിനെ പഠിപ്പിക്കാനും ഫിഖിൻ്റെ സാധനങ്ങൾ കൺവേ ചെയ്യാനും വേണ്ടി ഷിറാസി ഇമാം ഉപയോഗിച്ചിരുന്ന ഒരു പെഡഗോജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈ 2 മുതിർന്ന വിദ്യാർത്ഥികൾ ഷിറാസി ഇമാമിനെയും ഇബ്നു അഖീലിനെയും 2 പേരെയും എന്ത് ചെയ്യും, ഇവരുടെ മുമ്പിൽ ഡിബേറ്റുകൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യും, മുനാദറകൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യും. മുനാദറാന്നോ ജദലു എന്നോ നമുക്ക് ഇന്റർചേഞ്ചിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡിബേറ്റിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യും, എന്നിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. ഈ 3 ഇവന്റുകളാണ്, ഈ 3 സംഗതികളാണ് നമുക്ക് ഇന്ന് എന്താണ് തഹ്ഖീഖിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രീതി, എന്താണ് അതെങ്ങനെ പെഡഗോജിയിൽ വർക്കാവുന്നു, അതെങ്ങനെയാണ് ലോ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ വർക്കാവുന്നത് എന്നുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഈ 3 കഥകൾ സാധനങ്ങൾ ഇവന്റുകൾ മനസ്സിലായില്ല, ക്ലിയർ അല്ലേ? ചില ആളുകളും ചിലപ്പോൾ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം. ഇതാണ് ഇതിലാദ്യത്തെ സംഭവം, ആദ്യത്തെ കഥ. സൈമരിയും തബരി ഇമാമും 2 ഇമാമുകൾ, ഷാഫി ഹനഫി 2 പണ്ഡിതന്മാർ തമ്മിലുള്ള ഡിബേറ്റിന് വേണ്ടി ഒരു മരണ വീട്ടിൽ വിദ്യാർത്ഥികൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അവർ ഡിബേറ്റ് നടത്തുന്നു. അവർ തമ്മിലല്ല ഡിബേറ്റ് നടത്തുന്നത്. ഇമാം സൈമരി പറയുന്നത്, ഞാൻ പ്രായമായിട്ടുണ്ട്, ഇപ്പോൾ ഡിബേറ്റ് നടത്താനുള്ള എനർജിയൊന്നും എനിക്കില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ശിഷ്യൻ, എൻ്റെ മെയിനായിട്ടുള്ള ശിഷ്യനെ ഞാൻ തരാം. ദാമിഖാനി ഇമാം ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്, അദ്ദേഹത്തെ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ അലിയു തബരി ഇമാം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഷിറാസി ഇമാമിനെ മുന്നോട്ട് വെക്കുന്നു. 2 കാൻഡിഡേറ്റുകൾ, ഇവർ തമ്മിൽ ഡിബേറ്റ് നടക്കുന്നു. ഇന്ന് ഈ ലോ, എങ്ങനെയാണ് ഒരു ലോ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു ലോ സൃഷ്ടിക്കപ്പെടുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ലീഗൽ സ്റ്റഡീസിലും ലീഗൽ പ്രൊസീജിയറിലും വളരെ റെലവൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ഒരു ലോ ഉണ്ടാകുന്നത്, ആരാണ് ലോയെ ഉണ്ടാക്കേണ്ടത്, ആ ലോ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? മോഡേൺ സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് സിവിൽ ലോ ആണ്. ഇന്ത്യയിലൊക്കെ ഏകദേശം ഫോളോ ചെയ്യുന്ന പരിപാടി സിവിൽ ലോ യൂറോപ്യൻ മോഡലാണ്, പ്രത്യേകിച്ച് ഫ്രഞ്ച് മോഡലാണ്. മറ്റേത് കോമൺ ലോ ആണ്, അമേരിക്കൻ ബ്രിട്ടീഷ് മോഡലിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. സിവിൽ ലോയുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ എന്ന് തന്നെയാണ് നമ്മളതിനെ പറയാം. അത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സഭയാണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു ബില്ല് ചർച്ച ചെയ്യുന്നു,
അതിൽ ഡിബേറ്റ് നടത്തുന്നു, ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു. അതിൽ ഏതിനാണോ അതിന് കൃത്യമായ പ്രൊസീജിയർ ഉണ്ടാവും. ആരതാണോ കൂടുതൽ മെജോറിറ്റി കിട്ടുന്നത് അതിനനുസരിച്ച് ബില്ല് പാസ്സാക്കുന്നു, അല്ലേ? അങ്ങനെയാണ് ഒരു ബില്ല് എന്താകുന്നത്, ഒരു ലോ ആയി മാറുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അഥവാ നിയമനിർമ്മാണം സംഭവിക്കേണ്ടത് നിയമനിർമ്മാണം സംഭവിക്കേണ്ടതും ചെയ്യേണ്ടതും നിർമ്മിക്കേണ്ടതും ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റേഴ്സ് ആയിട്ടുള്ള MP-മാരാവട്ടെ MLA-മാരാവട്ടെ ആരും ആവട്ടെ, അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അതിൽ അവരൊരു കൺസെൻസസിലേക്ക് എത്തി അതിൽ നിന്ന് നിയമം നിർമ്മിക്കുകയാണ്. അതാണ് ഫിക്സഡ് ആയിട്ട് നിയമമായി മാറുന്നു. അതാണ് ഒരു രീതി. രണ്ടാമത്തത് കോമൺ ലോ ആണ്. കോമൺ ലോ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിൽ അസംബ്ലികളെക്കാളും പ്രാധാന്യം കോടതികൾക്കാണ്. കോടതികളിലുള്ള വ്യവഹാരങ്ങളും കോടതികൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇന്ത്യയിലെ കോടതികൾക്ക് നിയമനിർമ്മാണം എത്ര പറ്റുമെന്നറിയില്ല. സിവിൽ ലോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോടതികൾ നിയമം അപ്ലൈ ചെയ്യേണ്ട ആളുകളാണ്. നിയമം വിശാരദ ഒരു കേസ് വന്നാൽ ആ കേസിന് അപ്ലൈ ചെയ്യണ സാധനം. നിയമം നിർമ്മിക്കുക അസംബ്ലികളാണ്. കോമൺ ലോയിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശവും കോടതികൾക്കുണ്ട്. ഒരു കോടതിക്ക് പുതിയതായ ഒരു നിയമം ഒരു കേസിൽ പറയാം. അമേരിക്കൻ കോടതികളിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഖിയാസ് അടിസ്ഥാനപ്പെടുത്തി കോമൺ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് മുമ്പ് നടന്ന കോടതികളിൽ വന്ന പഴയ വിധികൾക്ക് അടിസ്ഥാനത്തിൽ പുതിയ സാധനങ്ങൾ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ പണ്ട് കോടതികളിൽ വന്ന നിയമത്തിന് എന്തുണ്ട്, വെറും പ്രസിഡന്റ് എന്ന് മാത്രമല്ല, അതിന് പ്രസിഡന്റ് ഒരു മുൻ നിയമം എന്ന് മാത്രമല്ല, ഒരു പഴയ കേസ് എന്ന് മാത്രമല്ല, അതിന് പുതിയ നിയമം ഉണ്ടാക്കുവാനുള്ള സോഴ്സ് ആയിട്ടും അതിന് വാലിഡിറ്റി ഉണ്ട്, അതോറിറ്റി ഉണ്ട്. ഇസ്ലാമിൽ നമ്മുടെ ഒരു ലീഗൽ ട്രഡീഷനിൽ സംഭവിക്കുന്ന ഒരു രീതി എന്താണ് എന്നുള്ളൊരു ചോദ്യം. എങ്ങനെയാണ് നിയമം നിർമ്മിക്കപ്പെടുന്നത്? ആദ്യം മോഡേൺ ലോയുടെ പോലെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ലോകളോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പീനൽ കോഡുകളോ ഇസ്ലാമിലില്ല. ആദ്യത്തെ സാധനം, അല്ലേ? ഇപ്പോൾ ഒരുപാട് പണ്ഡിതർ ഇപ്പം ഇന്ന് നമ്മുടെ നാടുകളിലുള്ള അല്ലെങ്കിൽ ഇന്ന് മോഡേൺ നേഷൻ സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ശരിയ സിസ്റ്റങ്ങളുണ്ട്, അല്ലെ? നമുക്ക് ഇന്ന് ഇന്ത്യയിൽ എന്ത് സിസ്റ്റം ഉണ്ട്? ശരീഅത്ത് ലോ ഉണ്ട്. പലയിടത്തിലും പേഴ്സണൽ ലോകളുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. ഈവൻ മുസ്ലിം രാജ്യങ്ങളിൽ വരെ ശരിയ നിയമങ്ങളെ അവരുടെ മോഡേൺ ലീഗൽ സിസ്റ്റത്തിനുള്ളിലുള്ള ഒരു ഫ്രെയിം വർക്കായിട്ടാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. അതിലെ രീതി എന്ന് പറയുന്നത് അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള കോഡ് ഉണ്ടാവും, ഏകദേശം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കോഡ്. സുഹൈറ സിദ്ദീഖ്, ഞാൻ നേരത്തെ പറഞ്ഞ സുഹൈറ സിദ്ദീഖിയുടെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇസ്ലാമിക് ലോ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ശരിയ നിയമം എന്ന് പറയുന്ന ഒരു സാധനം, ആംഗ്ലോ മുഹമ്മദൻ ലോയെ ഉണ്ടാക്കുന്ന പ്രൊസീജിയറുകളും അതിലെങ്ങനെയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇസ്ലാമിക നിയമങ്ങളെ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഓരോ വിഷയത്തിനും ഇന്ന ലോ, അതാണ് മോഡേൺ ലോയുടെ സിസ്റ്റം. ഇന്ന കേസാണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായ ഒരു പെനാൽറ്റി ഉണ്ടാവും. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരാളെ കൊന്നാൽ അതിന് കൃത്യമായ ഒരു നിയമം ഉണ്ടാവും. അത് ഫിക്സ്ഡ് ആണ്. ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിൻ്റെ തന്നെ കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിലാണെങ്കിലും എല്ലാവരും അംഗീകരിച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള, അതിലിനി മാറ്റമില്ല. ഒരൊറ്റ നിയമം, ആ നിയമമാണ് നടക്കുക. ഇസ്ലാമിൽ നമുക്കറിയാം, ഇസ്ലാമിൻ്റെ നിയമത്തെ പലപ്പോഴും ഇപ്പോൾ ഷർമൻ ജാക്സനെ പോലത്തെ ആളുകളൊക്കെ വിളിക്കുന്നത് പ്ലൂറലിസ്റ്റിക് ലോ എന്നാണ്. പ്ലൂറലിസ്റ്റിക് ലോ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് നമുക്ക് ഒരു ഹുക്കുമല്ല ഉള്ളത്, പല ഹുക്കുമുകളും പല പണ്ഡിതരും പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഹനഫികൾക്ക് ഒരു നിയമം ഉണ്ടാവും, ഷാഫിയിൽ തന്നെ 2 അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ ലീഗൽ പ്ലൂറലിസം ആണെന്ന് എപ്പോഴും പറയലുണ്ട്. ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ പ്ലൂറലിസത്തെ മാറ്റി ഒരു ഫിക്സ്ഡ് ലീഗൽ സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ച 2 പേരായിരിക്കും. ഒന്ന് ഷാറാനി ഇമാമും മറ്റൊന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവിയും. 2 പേർക്കും കൃത്യമായ വിഷനും ഐഡിയകളും ഒരു ഫിലോസഫിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ 2 പ്രൊജക്റ്റും ഫെയിൽഡായി മാറി. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമല്ല, ഹിസ്റ്റോറിക്കലി ആ പ്രൊജക്റ്റുകൾ എന്തായി, സക്സസ് ആയില്ല. ഒരു മൊമെന്റിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി തന്നെ തിരിച്ചറിഞ്ഞു ഈ പ്രൊജക്റ്റിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം, ഇപ്പോൾ ലീഗൽ പ്ലൂറലിസം, ഇസ്ലാമിൻ്റെ ലോയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കുറച്ച് ആളുകൾ കുത്തിരിഞ്ഞുകൊണ്ട് എന്താക്കുന്നതെല്ലാം ചർച്ച ചെയ്ത് വോട്ട് ചെയ്ത് ഇതാണ് നിയമം എന്ന് ഫിക്സ് ചെയ്യുന്ന പരിപാടിയല്ല. ഇസ്ലാമിൻ്റെ ലീഗൽ പ്രൊസീജിയറിനെ സാധാരണ പറയാം ഡിസ്കസീവ് ഫോർമേഷൻ എന്നാണ് പറയാം. നമ്മളൊരു വേറെ ഒരു പുറത്തുനിന്ന് ഇപ്പോഴത്തെ സോഷ്യൽ സയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കീവേഡാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്നൊരു സാധനം എന്ന് പറയുന്നത് പണ്ഡിതർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. അത് ഈ ഓറലി ആവാം, ടെക്സ്റ്റലി ആവാം. ഒരു സദസ്സിൽ 2 പേര് തമ്മിൽ ചർച്ച ചെയ്യുന്നതാവാം, ഡിബേറ്റ് നടത്തുന്നതാവാം, അല്ല 2 കിതാബുകളിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്നതാവാം.
അല്ലെങ്കിൽ ഫത്വകളിലുള്ള ഡിബേറ്റിംഗ് ആവാം, എന്തും ആവാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഡിസഗ്രീമെൻറ്റിൻ്റെ പ്രൊസീജിയറാണ് അല്ലേ? എന്നിട്ട് ആ ഡിസഗ്രീമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി പിന്നീട് ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ് തെർജീഹ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസഗ്രീമെൻ്റ് ഉണ്ട്, നമുക്കിത് അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യാനുള്ള മൊമെൻറ്റിൽ ഫോർ ദർ പ്രാക്ടിക്കാലിറ്റി, ഇത് ഒരു ഹുക്മ് ഖളായിൽ പറഞ്ഞേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തെടുക്കണം, അതിനൊരു തെർജീഹ് മെക്കാനിസം. രണ്ടിനെയും റിജക്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും ഒന്നിനെ ഫിക്സ് ആക്കുകയോ അല്ല, ഓരോ പണ്ഡിതരും അവരുടെ തെർജീഹ് നടത്തുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കഥയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് കിടക്കുന്നത് ലീഗൽ പ്രൊസീജിയറിന്, ഈ ലീഗൽ പ്രൊസീജിയർ അഥവാ ഫിക്സ്ഡ് അല്ല, കൃത്യമായൊരു നിയമം നിർമ്മിക്കുന്നില്ല, കൃത്യമായൊരു ഹുക്കുമില്ല, പല ഹുക്കുമുകളുടെ ഒരു ഫ്ലൂയിഡ് നേച്ചറാണ്. ഇതിനെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാർക്സ് വെബറൊക്കെ വിളിക്കുന്നത് ഇറാഷണൽ പ്രൊസീജിയറൽ ഇറാഷണാലിറ്റി എന്നാണ്. കാരണം മോഡേൺ സിസ്റ്റത്തിലും മോഡേൺ മെൻറ്റാലിറ്റിയിലും ഒരു പ്രൊസീജിയർ റാഷണൽ ആവണമെങ്കിൽ ആ പ്രൊസീജിയറിനൊരു എൻഡ് വേണം അല്ലേ? ആ പ്രൊസീജിയർ ഫൈനലി നമ്മളൊരു ഡെസിഷനിൽ എത്തണം. ആ ഡെസിഷൻ എല്ലാവരും അഗ്രീഡ് അപ്പോൺ ആവണം. നമ്മൾ പറയുന്ന ഇജ്മാ, കൺസെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം അതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം എന്നതാണ് ഇവരുടെ ഇതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് വായിൽ ലല്ലാക്ക് എന്താണ് ജദലി, എന്തിനാണ് ജദൽ അല്ലെങ്കിൽ ലീഗൽ ഡിബേറ്റ് ഇസ്ലാമിക ലോകത്ത് നടത്തുന്നത് എന്നുള്ളതിൻ്റെ മുമ്പൊരു ഒബ്ജക്റ്റീവ് പറയൽ കൺസെൻസസിന് വേണ്ടിയിട്ടുള്ള അഥവാ ഇഖ്തിലാഫായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒരു ഇജ്മായിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമായിട്ട് മൂപ്പർ പറയുന്നത്. അത് ബേസിക്കലി മിസ്റ്റേക്ക് ആവാൻ കാരണം മൂപ്പർ ചിന്തിക്കുന്നത് മോഡേൺ ലീഗൽ പ്രൊസീജിയറിൻ്റെ റാഷണാലിറ്റിക്കുള്ളിലാണ്. ലോയിൽ പ്രൊസീജിയറൽ ഫ്രെയിംവർക്ക് റാഷണൽ ആവണമെങ്കിൽ നമ്മളതിൽ എന്ത് വേണം, ഒരു കൺസെൻസസിലൂടെ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് എത്തണം. അല്ലാണ്ട് ഡിബേറ്റിംഗ് ആൻഡ് ഡിസഗ്രീമെന്റ് പൊസിഷനാലിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പറയല്. ഞാൻ പറയുന്ന ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആവണില്ലല്ലോ? അപ്പോൾ ഷിറാസി ഇമാമും ദാമിഖാനി ഇമാമും തമ്മിൽ ഡിബേറ്റ് നടന്നു. ഈ ഡിബേറ്റിൻ്റെ പ്രൊസീജിയറൽ ലോജിക്ക് തന്നെ ഈ ഡിബേറ്റിന് ഒരു ഫൈനൽ കൺക്ലൂഷൻ വേണം. നമ്മൾ ഇന്ന് ഡിബേറ്റ് ഉണ്ടെങ്കിൽ ജഡ്ജ് ഉണ്ടാവും. ഖത്തർ മുനാദറ ആണെങ്കിൽ ഖത്തർ മുനാദറക്ക് 3 ജഡ്ജുകൾ അവിടെ ഇരിക്കും, ഓല് പ്രഖ്യാപിക്കും അല്ലേ? ഒന്നുകിൽ പുറത്തുനിന്നുള്ള വ്യക്തികളാണ് ഡിബേറ്റിനെ ഫൈനലൈസ് ചെയ്യുന്നത്. പാർലമെന്റിലാണെങ്കിൽ വോട്ടിംഗ് ആണ് അതിനെ ഫൈനലൈസ് ചെയ്യുന്നത്. പല സിസ്റ്റങ്ങളുണ്ടാവും ഒരു ഫൈനൽ മൊമെന്റിലേക്ക് എത്തും. പക്ഷേ ഇവിടെ 2 ഘടകങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇവർ ഡിബേറ്റ് നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് മരിച്ച സന്ദർഭമാണ്. ഒരു മരിച്ച സന്ദർഭത്തിൽ എന്തിന് ഡിബേറ്റ് നടത്തണം? ഒരു ചോദ്യം. അഥവാ ഇതിപ്പോൾ വളരെ ആവശ്യമായിട്ട് എന്തോ ഒരു കോടതിയിലെ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതിലൊന്നല്ല. ഇതൊരു എന്റർടൈനിങ് മോഡൽ, നമുക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ഒരു ആചാരം എന്നുള്ള നിലക്ക് നടക്കുന്ന ഒരു റിച്വൽ എന്നുള്ള നിലക്ക് നടക്കുന്ന ഒരു ഡിബേറ്റ്. ആ ഡിബേറ്റിൽ ഒരു ഫൈനലൈസിങ് കൺക്ലൂഷൻസോ പോയിന്റ്സോ ഒന്നുമില്ല. ആ ഡിബേറ്റ് നടത്തുമ്പോഴേ ഇവർക്കറിയാം, പണ്ഡിതർക്കറിയാം, ഈ ജദലിന് ഒടുക്കത്തിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. നമ്മളിതിൽ എന്തെങ്കിലും ഈ ഹുക്കുമിന് ഈ ചർച്ചക്കോ ഈ അടിക്കോ ഒരു പരിഹാരം കണ്ടെത്താനാണ് എന്ന് ഓല് ആദ്യമേ കരുതുന്നില്ല. പരിഹാരം ഓരുടെ അജണ്ടയോ ഒബ്ജക്റ്റീവോ അല്ല. 1. 2, ഡിബേറ്റ് കഴിയുമ്പം 2 പേരുടെയും ഡിബേറ്റുകൾ ഒരു എൻഡഡ് ആയിട്ടല്ല അവസാനിക്കുന്നത്. അതിനൊരു അവസാനത്തിൽ ഓക്കെ ഇതാണ് ഈ അഭിപ്രായമാണ് ഇവിടെ ശരി എന്നതിലെല്ലാവരും എന്ത് ചെയ്യുന്നത് ഡിബേറ്റ് നടക്കുന്നു, കഴിയുന്നു. ഡിബേറ്റ് എന്തിനു നടത്തണം? അപ്പോൾ കുട്ടികൾ അവിടെ വിദ്യാർത്ഥികൾ ഈ 2 ഉസ്താദുമാരോട്, സൈമരി ഇമാമിനോടും തൊബരി ഇമാമിനോടും ഞങ്ങൾക്ക് ഡിബേറ്റ് നടത്തി തരണം എന്ന് പറയുന്നതിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് ഞങ്ങൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നെത്തബറക്കൂ എന്നുള്ളതാണ്. നിങ്ങൾ 2 പേരുടെയും ഡിബേറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്തെടുക്കണം, അതുകൊണ്ട് നിങ്ങളൊരു ഡിബേറ്റ് നടത്തൂ എന്നാണ് ആര് പറയുന്നത്? വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഭയങ്കര അതോ ഡിബേറ്റിംഗ് എന്ന് പറയുന്ന ഈ സാധനം തന്നെ ബറക്കത്തുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. നിങ്ങൾക്കൊരു ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ, ഒരു ഹുക്കുമ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഹുക്കുമ് തീരുമാനമാക്കുക, ഇത് ഹലാലോ ഹറാമാണോ എന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും 2-3 ആൾക്കാരെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ ഹറാമാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ അവരോട് അവരെ തിരുത്തുക, ഇതൊന്നും ആയിരുന്നില്ല അജണ്ട. അജണ്ട എന്ന് പറയുന്നത് ഖുർആനെ വിശദീകരിക്കുവാനും ഹദീസിനെയും ഖുർആനെയും വിശദീകരിക്കുവാൻ വേണ്ടി 2 കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ, 2 ഒപ്പീനിയനുള്ള ആളുകൾ ഇരുന്ന് ഡിബേറ്റ് നടത്തുക എന്ന് പറയുന്ന ആക്ട് ഇറ്റ് സെൽഫ് ഒരു ബറക്കത്ത് ഉണ്ടാക്കുന്ന, കൂലി ഉണ്ടാക്കുന്ന, പയസായിട്ടുള്ള തഖ്വ ഉണ്ടാക്കുന്ന ഒരു ആക്റ്റായിരുന്നു. 1. അതിന് എൻഡൊന്നുമല്ല, ചെയ്യാന്ന് പറയുന്നതന്നെ, വെറുതെ ഡിബേറ്റ് നടത്തുക എന്ന് പറയുന്നത് തന്നെ. കാരണം എന്താ? അത് ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും വഹീനെ കുറിച്ചും ചർച്ച ചെയ്യലാണ്, ആലോചിക്കലാണ് ഒരു ഭാഗത്ത്.
അപ്പോൾ അത് മുസ്ലിം സമുദായത്തിനും മുസ്ലിം സമൂഹത്തിനും പിന്നെ സഹായിക്കലാണ്. അവരുടെ നിയമനിർമ്മാണ പ്രോസസ്സിൽ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നതിൽ സഹായിക്കലാണ്. ഇപ്പം ഡിബേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മളൊരു കേരളത്തിൽ പിന്നെ കുറേ ഡിബേറ്റ് നമ്മൾ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നമ്മൾ ഡിബേറ്റ് കാണും. നമ്മൾ ഡിബേറ്റിംഗ് പലപ്പോഴും ഒരു വാശിയുടേതായിരിക്കും. ഞങ്ങളാണ് ശരിയെന്ന് പ്രൂവ് ചെയ്യുക, അവർ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാശി മെൻറ്റാലിറ്റിയിലുള്ള ഡിബേറ്റുകളാണ് പലപ്പോഴും ഉണ്ടാവുക, അല്ലേ? ഏത് ഡിബേറ്റ് ആണെങ്കിലും അത് ഞാൻ കൂടുതൽ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ തിയോളജിക്കൽ കോൺട്രവേഴ്സിയിലേക്ക് ഒന്നും പോകുന്നില്ല. എന്ത് ഡിബേറ്റ് ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിബേറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യമാണെന്നുള്ള താല്പര്യത്തിലല്ല, ഡിബേറ്റ് നടത്തുക ഇറ്റ്സെൽഫ് ഒരു നല്ല കാര്യമാണെന്നുള്ളതിലല്ല, മറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ത്വരയാണ് ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഷിറാസി ഇമാമും ജുവൈനി ഇമാമും ഡിബേറ്റ് നടത്തുന്നതിൽ ജുവൈനി ഇമാം സ്വന്തം പൊസിഷൻ പോലും എടുക്കുന്നില്ല? ഇല്ലല്ലോ. ജുവൈനി ഇമാം മൂപ്പർ അംഗീകരിക്കാത്തൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഡിബേറ്റിൽ ഇടപെടുകയാണ്. അവിടെ രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വിഷയമാണ്, ഖുർആൻ ഹദീസിനെ കുറിച്ചും ഫിഖിനെ കുറിച്ചും ഡിബേറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് എന്നുള്ളത്. രണ്ട്, അതൊരു പെഡഗോജിക്കൽ മെക്കാനിസം കൂടിയായിരുന്നു. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഷിറാസി ഇമാമിൻ്റെ ക്ലാസ്സിൽ ഷിറാസി ഇമാമിൻ്റെ സ്വാഹിബുമാരായിട്ടുള്ള ഇബ്നു അഖീലിനെയും അബുൽ വലീദുൽ ബാജിയെയും വെച്ച് കുട്ടികൾക്ക് മുമ്പിൽ ഡിബേറ്റ് നടത്തി കാണിച്ചു കൊടുക്കും, അല്ലേ? ഡിബേറ്റ് നടത്തി കാണിച്ചു കൊടുക്കും. അത് പെഡഗോജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള ഒരു രീതിയായിരുന്നു ഡിബേറ്റ് നടത്തുക എന്നുള്ളത്. നമ്മളെ ഇന്നത്തെ രീതി ഫിഖ് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് കിതാബ് നോക്കുക, അർത്ഥം വെക്കുക, ഹല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഹല്ല് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. നമ്മൾ കരുതുന്നത് ഇത് എവിടുന്നോ ഭയങ്കര എന്താ പറയുക സംഭവമായിട്ടുള്ളൊരു ട്രഡീഷൻ വരുന്നൊരു സാധനമാണെന്നുള്ളൊരു ഇമാജിനേഷനാണ് നമുക്ക്. ഹല്ല് ചെയ്യൽ മോശമെന്നല്ല, അതൊരു ആസ്പെക്റ്റ് ഓഫ് പെഡഗോജിയാണ്, ഫിഖ് പഠിക്കാനുള്ള പെഡഗോജിയാണ്. നമ്മുടെ ട്രഡീഷനിൽ മുനാദറ എന്ന് പറയുന്ന സാധനം ഉസൂലുൽ ഫിഖിൻ്റെ ഉള്ളിൽ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൽമുൽ ജദൽ എന്ന് പറയുന്ന ഫീൽഡിൽ ഇത്രമേൽ കിതാബുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫിഖ് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു മെക്കാനിസമായിട്ടാണ് ഡിബേറ്റിനെയും പിന്നെ ആർഗ്യുമെൻറ്റേഷനെയും ഒക്കെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആസ് എ പെഡഗോജിക്കൽ ടൂളാണ്. ഒരു വിഷയം എടുക്കും, ആ വിഷയത്തിൽ അവരിയ്ക്കും, രണ്ടുപേർ ചർച്ച ചെയ്യും, അവരുടെ വാദം പറയുന്നു, മറ്റുള്ള കൗണ്ടർ വാദങ്ങൾ പറയുന്നു. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ, പിന്നെ ഇതിലേതെങ്കിലും ഒരു ഡിബേറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം, അതിൻ്റെ ഒരു കുറച്ച് വിശദീകരണമെങ്കിലും നമുക്ക് പറയാം. ഈ രണ്ട് ഡിബേറ്റുകളുടെ വാദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഉണ്ടാകുന്ന സാധനം എന്ന് പറയുന്നത് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും, ഈ ലീഗൽ തിങ്കിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത്, അതിലെവിടെയൊക്കെയാണ് പിന്നെ നമ്മൾ പറയുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നത്, ആ പറഞ്ഞ ആർഗ്യുമെൻറ്റും മുമ്പ് നമ്മൾ വേറൊരു വിഷയത്തിൽ പറഞ്ഞ ആർഗ്യുമെൻറ്റും തമ്മിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻ വരുന്നുണ്ടോ? കോൺട്രാഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ് തിരുത്തണ്ടേ? ഇനി തിരുത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് മനസ്സിലാവുക. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു സാധനം അതാണ്. ഡിബേറ്റ് നടത്തുക എന്ന് പറയുന്നത് ഒരേ സമയത്ത് കൂലി കിട്ടുന്ന ഒരു ആക്റ്റാണ്, ഒരു ഇബാദത്താണ്. രണ്ട്, അത് പെഡഗോജിക്കൽ ആണ് അതിൻ്റെ മെക്കാനിസം, കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഷിറാസി ഇമാമിൻ്റെയും ദാമിയാനി ഇമാമിൻ്റെയും ഷിറാസി ഇമാമിൻ്റെയും ജുവൈനിയുടെയും ബാജിയുടെയും ഇബ്നു അഖീലിൻ്റെയും തമ്മിലുള്ള ഡിബേറ്റുകളൊക്കെ പെഡഗോജിക്കലി ആയിരുന്നു, കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളത് അതിലെ വലിയ പർപ്പസ് ആയിരുന്നു. മൂന്ന്, ലോയുടെ ഡെവലപ്മെൻറ്റ് തന്നെ സാധ്യമാകുന്നത്, ഇസ്ലാമിക ഫിഖിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ സംഭവിച്ചത് ഡിബേറ്റിംഗ് പ്രാക്ടീസിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഒരു ഫിഖിൻ്റെ കിതാബ് എടുത്താൽ ഒരു മസല, ഒരു മെയിൻ കീ എന്ത് മസല എന്ന് പറയാം, ഒരു പ്രധാന മസല, ഒരു മസല റൈസ് ചെയ്യാന്നാണ് ഇന്ന് പറയാം, അസ്ലി മസല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് പിന്നെ ഓരോ തഫ്രീകളായിരിക്കും ഉണ്ടാവുക. ഒരു മസലയിൽ നിന്ന് അടുത്ത മസല, അതിൽ നിന്ന് അടുത്ത രണ്ട് ആസ്പെക്റ്റിലുള്ള മസല. ഇങ്ങനെയാണെങ്കിൽ ഇതിന് കീഴിൽ വരുന്ന വേറെ രണ്ട് കേസുകൾ, ഇതിനെ കാസ്യൂസ്ട്രി എന്നാണ് പറയാം. ഇത് മോറൽ തിങ്കിങ്ങിൽ പിന്നെ ലീഗൽ തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം വളരെ ഡിബേറ്റിംഗ് ആയിട്ടും അതിനെക്കുറിച്ച് ഇതിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് വളരെ ചർച്ചകളുള്ള സാധനമാണ്. അതോ ലീഗൽ തിങ്കിങ് എന്ന് പറയുന്നത് ഡീപ്പായിട്ട് എന്ത് ചെയ്യും, ഓരോ മസലയുടെയും സ്പെസിഫിസിറ്റിയിലേക്ക് കടന്ന് അതിലുള്ള സ്പെസിഫിക് സാധനങ്ങളെ നിരന്തരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണിത്. തഫ്രീആത്തുകൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫിഖിൻ്റെ കിതാബുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തഫ്രീആത്തുകൾ പോയി ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ റിബയുടെ വിഷയത്തിലേക്ക് വരുമ്പം അത്വൈമത്ത് എന്ന് പറയുമ്പം അതീമത്തിൽ തന്നെ എങ്ങനെ രണ്ട് ടൈപ്പ് പിന്നെ ഭക്ഷണങ്ങൾ തന്നെ രണ്ട് ടൈപ്പാകുന്ന ഭക്ഷണങ്ങൾ, അതിൽ ഓരോ ടൈപ്പിന് കീഴിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും. ഒരു ചീസാണ്, ഒരു വെണ്ണയാണ്, അത് തമ്മിലുള്ള വ്യത്യാസം റിബവി ആകുന്നുണ്ടോ ഇല്ലയോ, എങ്ങനെ ആവാമില്ല, അത് തമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, മുഫാറക്കാത്തുകൾ വരുന്നുണ്ടോ, ഫർക്ക് ഉണ്ടാകുന്നുണ്ടോ, ഓരോ കേസുകളും തമ്മിലുള്ള ഫർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ
ഒരു ഡിസിപ്ലിനായി മാറിയിട്ടുണ്ട്, ഒരു എൽമായി മാറിയിട്ടുണ്ട്. ഇൽമുൽ ഫുറൂഖ് എന്ന് പറയുന്നത് ഖറാഫി ഇമാമിൻ്റെ ഒക്കെ കിതാബുകൾ അതിലുണ്ട്. അപ്പോൾ മസ്അലകളിൽ ഓരോന്നിൻ്റെയും സിംഗിൾ കേസുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതെന്താവുന്നു, ഫറക്കാവുന്നതാണ്. ഇത് ഈ ഒരു മെൻറ്റാലിറ്റി, ഒരു തഫ്രിയാത്തിൻ്റെ മെൻറ്റാലിറ്റി ഓഫ് ലീഗൽ തിങ്കിങ് ഇസ്ലാമിക ചരിത്രത്തിൽ നടക്കുന്നത് എഗെയിൻ ഡിബേറ്റിംഗ് ആൻഡ് ഡയലക്റ്റിക്കൽ മെത്തഡോളജിയിലൂടെ ആയിരുന്നു. അതിൻ്റെ ഒരു ഒറിജിന് നമുക്ക് കാണാൻ പറ്റിയ പ്രധാനമായിട്ട് ഇമാം ഷാഫി തങ്ങളിലാണ്. അസ്ഹാബുർ റയ്യ് എന്ന് കേട്ടിട്ടുണ്ടാകും. അസ്ഹാബുർ റയ്യ് നമ്മളെപ്പോഴും പഠിക്കുന്ന സാധനമാണ്. അസ്ഹാബുർ റയ്യും അസ്ഹാബുൽ ഹദീസും ഉണ്ട് എന്നുള്ളത്. ബഗ്ദാദിലുള്ള മെത്തഡോളജിയാണ് അസ്ഹാബുർ റയ്യ് ആയിട്ട് പറയുക. പിന്നെ ഹനഫികളിൽ നിന്നോ പിന്നെ വേറെ പണ്ടുണ്ടായിരുന്ന പല മദ്ഹബുകളെ അതിൽ പറയും. പിന്നെ എന്തായിരുന്നു എന്താണ് അസ്ഹാബുർ റയ്യ് എന്നുള്ള ക്വസ്റ്റ്യനിൽ ഈ റയ്യ് എന്ന് പറയുന്ന പദം നമ്മൾ ഇന്ന് മനസ്സിലാക്കുക റീസൺ അല്ലേ, ഹദീസിൽ നിന്ന് മാറി റീസൺ അടിസ്ഥാനത്തിലുള്ള. പക്ഷേ ഈ റയ്യ് എന്ന് പറയുന്ന സാധനത്തിന് തന്നെ ഒരു ഒറിജിൻ ഉണ്ട്. അത് ഷാഫി ഇമാമിൻ്റെ ഉമ്മിലാണെങ്കിലും ഇബ്നു അബി ലൈലയോ തരുന്ന ഇമാമിൻ്റെ പേര് ഇബ്നു അബി ലൈല, ഈ ഷാഫി ഇമാമിൻ്റെ ഉമ്മിൻ്റെ അവസാനത്തെ സെക്ഷനിലാണെന്ന് തോന്നുന്നു. അതിൽ കുറേ ഡിബേറ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് ഷാഫി ഇമാമിൻ്റെ സ്വന്തം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി ആയിട്ടുള്ള ഡിബേറ്റുകൾ അതിൽ പറയുന്നുണ്ട്. 2 അബു ഹനീഫ ഇമാമും ഇബ്നു അബി ലൈലയും തമ്മിലുള്ള ഡിബേറ്റുകളെയും ആ കിതാബിൽ ഉമ്മിൻ്റെ അവസാനത്തിൽ ഷാഫി ഇമാം കുറേ ഡിബേറ്റുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഡിബേറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം, അതിൻ്റെ ഒരു ലോജിക്കൽ ഫ്രെയിംവർക്കും സിസ്റ്റമൊക്കെയാണ് പിന്നെ വാൾട്ടർ യങ് എന്ന് പറയുന്ന കാനഡയിലെ മഗിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ മൂപ്പരുടെ ഡയലക്റ്റിക്കൽ ഫോർജ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതുന്നത്. അതിൻ്റെ പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഡയലക്റ്റിക്കൽ തിങ്കിങ്ങും മെത്തഡോളജി ഒന്നും അരിസ്റ്റോട്ടലിയൻ ലോജിക്കിൽ നിന്നോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിയൻ ഗ്രീക്ക് ട്രഡീഷനിൽ നിന്നും വരുന്നതല്ല, മറിച്ച് മുസ്ലിം ലീഗൽ തിങ്കിങ്ങിൻ്റെ സ്പേസിനുള്ളിൽ തന്നെ ഉണ്ടായതായിരുന്നു എന്നുള്ളത് ഷാഫി ഇമാമിൻ്റെ ഉമ്മിൽ അവസാന സെക്ഷൻ വെച്ചിട്ട് മൂപ്പര് ആർഗ്യൂ ചെയ്യുന്നത്. നമ്മളെ റെലവൻസ് അതല്ല. ഈ ഭാഗങ്ങൾ വെച്ചിട്ട് ഈ ഭാഗങ്ങളിലെ ഡിബേറ്റിങ്ങിൻ്റെ രീതി പറയുന്ന പ്രൊസീജിയർ പറയുന്നിടത്തിൽ അവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം, അഥവാ ഇമാം ഷാഫി തങ്ങൾ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയും തമ്മിലൊരു ഡിബേറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഡിബേറ്റിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക. മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി ആദ്യം ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി ഷാഫി ഇമാമിനോട് ചോദിക്കുന്നു, ഒരാൾ ഒരു സ്ഥലം ഖസ്ബ് ചെയ്തു, ഒരു സ്ഥലം അപഹരിച്ചു. ആ സ്ഥലത്ത് ഒരാൾ സ്വന്തമായി എന്തുണ്ടാക്കി, വീടുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമ, ഇന്നിപ്പോൾ നമ്മളെ നാട്ടിൽ വഖഫ് മുനമ്പം വിഷയവും കുടിയിറക്കലൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അല്ലേ. ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ലോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ഇഷ്യൂ ആണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. സ്ഥലം കയ്യേറ്റം, മിൽക്കിയത്ത്, ലാൻഡിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം, ഒരാൾ സ്ഥലം കയ്യേറി, അതിൽ സ്വന്തമായ ഒരു വീട് വെച്ചു. വിഷയം നമുക്കറിയാം, ഇപ്പം എല്ലായിടത്തിലും സംഭവിക്കുന്ന വിഷയം തന്നെയാണ്. ഒരു വീട് വെച്ചു. ആ വീട് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വന്ന് അതിലെന്ത് ചെയ്യുന്നു, ക്ലെയിം ഉയർത്തുന്നു. ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് എൻ്റെതാണെന്ന് പറയുന്നു. അതിന് 2 സാക്ഷികളെ കൊണ്ടുവരുന്നു, ഷാഹിദുകളെ കൊണ്ടുവരുന്നു. അപ്പം അവിടെ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവിടെ തുടക്കത്തിൽ അറ അയിത്ത എന്നാണ് ചോദിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റൈ എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. ഷാഫി ഇമാം പറയും, ഓക്കെ, സ്വന്തം ഒരാൾ കട്ടെടുത്ത ഭൂമിയാണ്, വേറെ വീട് വെച്ചു, സാക്ഷികളടക്കം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം, ആ വീട് പൊളിച്ചിട്ട് ഒന്നുകിൽ ആ സ്ഥലത്തിൻ്റെ പകരമായിട്ടുള്ള പൈസ എത്രയാണോ ദീനാറോ ദിർഹമോ വേണ്ടത് അത് സ്വീകരിക്കാൻ അതിൻ്റെ യഥാർത്ഥ ഉടമ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പൈസ ഇയാളെ കൊണ്ട് കൊടുപ്പിക്കുക. ഗാസിബായിട്ടുള്ള ആൾ പൈസ കൊടുക്കുക. ഒന്നെങ്കിൽ അതിനയാൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ആ വീട് പൊളിച്ച് എന്ത് ചെയ്യണം, സ്ഥലം യഥാർത്ഥ ഉടമക്ക് കൊടുക്കണം. ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം പറയുന്നു വിഷയത്തിൽ. അപ്പം അടുത്തത് മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി അടുത്ത ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു നൂല് കട്ടെടുത്തു. നൂല് വെറുതെ നൂലല്ല, ലീഗൽ ടെക്നിക്കാലിറ്റിയും അതിൻ്റെ ഇൻട്രിക്കേറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി ചോദിക്കുന്നത്, ഒരു ചെറിയ നൂല് കട്ടെടുക്കുന്നതിൻ്റെ വിഷയവും മൂപ്പര് പറയുന്ന ഒരു സിൽവർ നൂല്, ഒരു വെള്ളിയുടെ നൂല് കട്ടെടുത്തു. എന്നിട്ട് അയാൾ ആ വെള്ളിയുടെ നൂലുകൊണ്ട് മൂപ്പരുടെ പള്ളക്ക് ഒരു കീറ് വന്നിരുന്നു. ആ കീറ് തുന്നാൻ വേണ്ടി ആ വെള്ളിയുടെ നൂല് ഉപയോഗിച്ചു. ഓക്കെ, ആ നൂല് പള്ള തുന്നി മൂടി വെച്ചു. അപ്പം നൂലിൻ്റെ ഉടമ മാലിക് വന്നിട്ട് ക്ലെയിം ഉയർത്തുന്നു. അയാൾ പറഞ്ഞു, അതെൻ്റെ നൂലാണ്, അതെനിക്ക് തിരിച്ചു വേണം.
അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നേരത്തെ പറഞ്ഞ അതേ മസയിലുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇവിടെയും അവിടെയും ചോദിക്കണം ആറായിത്ത അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഷാഫി എന്താ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയുടെ താല്പര്യം എന്താ? നിങ്ങളുടെ ലീഗൽ തിങ്കിങ്ങിൽ നിങ്ങൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഓക്കെ, ഇവിടെ ഷാഫിമാൻ്റെ ആൻസർ പറയും അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതിൻ്റെ പൈസ കൊടുക്കുക, അതുകൊണ്ട് അയാൾ തൃപ്തിപ്പെടുക, പള്ളേന്ന് നൂലെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, തുന്നി വെച്ചതാണ് അല്ലേ, തുന്നി വെച്ചതാണ്, അയാൾക്ക് ശാരീരികമായി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് നൂലെടുക്കാൻ പറ്റില്ല. അവിടെ ഒറ്റ അഭിപ്രായമുള്ളൂ. നേരത്തെ ഹസ്ബിൻ്റെ വിഷയത്തിൽ ഷാഫി ഇമാം പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? 2 ഓപ്ഷൻ ഉണ്ട്, വീട് പൊളിച്ചു കൊടുക്കാം, തിരിച്ച് സ്ഥലം കൊടുക്കുക. ഇവിടെ മഹസൂബായ മാലി തിരിച്ചു കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ പറയുന്നില്ല. അവിടെയാണ് അത് ഈ ഇൻകൺസിസ്റ്റൻസിയാണ്. ഇതിനാണ് നഖ്ല് എന്ന് പിന്നെ ഉസൂലുൽ ഫിഖ്ഹിൽ പറയാം. നഖ്ല് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻകൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു വിഷയത്തിൽ ഒരു നിയമം പറയുകയും വേറെ ഒരു കേസിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നിയമം പറയുകയും ചെയ്യുമ്പോൾ അതിന് നഖ്ല് എന്ന് പറയും. അപ്പോൾ അവിടെ ചോദ്യത്തിൻ്റെ തന്നെ പർപ്പസ് ഇതാണ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ കോൺട്രാഡിക്റ്റിംഗ് ആണ്. അപ്പം അവിടെ ഷാഫി ഇമാം മറുപടി പറയുന്നു, ഷാഫി ഇമാമിൻ്റെ അതിന് പിന്നെ ജവാബ് ഉണ്ടാവും, ഷാഫി ഇമാമിൻ്റെ അത് ആൻസർ പറയുന്നു. അപ്പോൾ ഞാൻ പറയാൻ വിചാരിക്കുന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഡിബേറ്റിംഗ് ആണ് മെക്കാനിസം എങ്കിൽ ഉണ്ടാകുന്ന പരിപാടി എന്ന് പറയുന്നത് ലീഗൽ തിങ്കിങ് ഡീപ്പായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഒരു മസലയിൽ ഒരു അഭിപ്രായം ചോദിച്ചു, അപ്പോൾ ഷാഫി ഇമാം ഒരേ മഹസൂബ് അലഹിക്ക് ഒരേ നിയമമാവേണ്ടിയിരുന്ന ഒരു മൊമെൻറ്റിൽ 2 മഹസൂബ് അലഹിയുടെ നാച്ചർ മാറുന്നു. ഒന്ന് ഒരാളുടെ ശരീരത്തിൽ തുന്നിയതാണ്, മറ്റേത് അങ്ങനത്തെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റോ കോൺസിക്വൻസോ ഇല്ലാത്തതാണ്. അപ്പോൾ അത് തമ്മിൽ ഫർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടിനും 2 ലീഗൽ കാറ്റഗറിയാണ്, 2 ഹുക്കുമാണ്. ഇനി അടുത്ത ഡിബേറ്റ് ഇതിലുണ്ടായാലും പിന്നെ അടിയിലേക്ക് പോകും. പിന്നെ അപ്പോൾ ഓക്കെ, ഇതിൽ തന്നെ ലീഗൽ കാറ്റഗറിയിൽ എന്താ പറയുക, മഹസൂബ് അലഹി തിരിച്ചു കൊടുക്കേണ്ട മൊമെൻറ്റിൽ തന്നെ ഇനിയും വേറെ എന്തൊക്കെ ഡിഫറെൻറ്റ് കേസുകൾ വരാം. അഥവാ ഡിബേറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ അടുത്ത കേസ് ആലോചിക്കും, ഓക്കെ ഇതിന് എങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിങ്കിങ് എന്ന് പറയുന്നത് ലീഗൽ തിങ്കിങ് അതിൻ്റെ ഡീപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ലീഗൽ ഡെവലപ്മെൻറ്റിൽ തന്നെ ഡിബേറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു രീതി. തഫ്രീഖാത്തുകൾ കൂടും. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ വിചാരിക്കുന്ന സാധനം, ഇത് അറ്റ്ലീസ്റ്റ് ഫോർ അസ് മോഡേൺ മുസ്ലിംസ് ആയിട്ടുള്ള നമ്മൾക്ക് ഇങ്ങനെ കുറേ ഡിബേറ്റ് നടത്തുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമുക്കെന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമുക്കൊരു പക്ഷേ വന്നേക്കാം. കുറേ ഇങ്ങനെ വിഷയത്തിൽ അടികൂടുക, പിന്നെ ഡിബേറ്റ് നടത്തുക, അതും പിന്നെ 2 മെയിൻ ആളുകൾ അതിലിങ്ങനെ ഡിബേറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, ഒരു തലത്തിൽ എന്തോ ഒരു പ്രശ്നം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഞാനിനി പറയാൻ പോകുന്നത് ഇത് ലാസ്റ്റ് ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻ, ഒരു കൾച്ചറൽ സ്റ്റഡീസ് സോഷ്യോളജിയിൽ നിന്ന് നമുക്ക് ഡിബേറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിയർ ബോർദിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഉണ്ട്. ബോർദിയോ വളരെ ഫേമസ് ആണ്. പിന്നെ ക്രിറ്റിക്കൽ തിയറിയിലും കൾച്ചറൽ സ്റ്റഡീസിലും ഒക്കെ പിന്നെ ഞങ്ങൾ മിഷേൽ ഫൂക്കോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മിഷേൽ ഫൂക്കോയുടെയൊക്കെ ഒരു തുടർന്ന് വരുന്ന വളരെ പിന്നെ ഏറ്റവും ഒരുപക്ഷെ കൾച്ചറൽ സ്റ്റഡീസിൽ ഏറ്റവും ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സ്കോളറാണ് പിയർ ബോർദിയോ എന്ന് പറയുന്നത്. പിയറെ ബോർദിയോ എന്നാണ് ഫ്രഞ്ച് സ്കോളർ. ബോർദിയോ ഡോക്സ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് മൂപ്പരുടെ പിന്നെ ദ ലോജിക് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഡോക്സ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു. അത് മൂപ്പര് പറയുന്ന കോണ്ടെക്സ്റ്റ് മൂപ്പരുടെ താല്പര്യവും വേറെയാണ്. ഞാനത് എങ്ങനെ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ പറയാം എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് ഒരു ഡിബേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഡിബേറ്റിനെ മനസ്സിലാക്കുന്നത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പിന്നെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള 2 പൊസിഷനുകൾ തമ്മിലുള്ള പിന്നെ ഇന്റർചേഞ്ച് ആണ് ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇത് ഡിസഗ്രിമെൻ്റ് ആണ് അവിടെ സർഫേസ് ലെവലിൽ നമ്മൾ കാണുന്നത്. 2 പേരുടെ അഭിപ്രായ വ്യത്യാസം, അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ കാണാത്ത ഒരു ആസ്പെക്ട് ഡിബേറ്റിനുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ശരിക്ക് ഒരു കൺസെൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ അഗ്രിമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒരു ഡിബേറ്റ് ചെയ്യുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ചില അഭിപ്രായങ്ങളിലുള്ള യോജിപ്പുകളെ കൺസോളിഡേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിനെ ഡീപ്ലി സമൂഹത്തിനുള്ളിൽ പിന്നെ സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന സാധനമാണ്. ഇതെങ്ങനെ നടക്കും? ഡിബേറ്റ് എന്ന് പറയുന്നത് ശരിക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവലോ അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങളോ അല്ല. അതിനപ്പുറത്ത് അത് ചെയ്യുന്നത് അതിൻ്റെ സോഷ്യൽ ഫങ്ഷനിൽ നടക്കുന്നത് ഞാൻ പറയുന്ന സാധനം സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായില്ലേ? ചില അഭിപ്രായങ്ങളിലുള്ള അംഗീകാരത്തെ കൂടുതൽ കൺസോളിഡേറ്റ് ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ള നമുക്ക് ആലോചിക്കും. ഞാൻ ഉദാഹരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മളൊരു ഡിബേറ്റിംഗ് പറയാം.
രണ്ട് കുട്ടികളുണ്ട്, ഞാൻ പറയാണ് ഓനാണോ നല്ലത് ഇവനാണോ നല്ലത് എന്നുള്ളതിൽ ഒരു ഡിബേറ്റ് ആണെന്ന് വിചാരിച്ചു. ഒരു കൂട്ടർ പറയുന്നു ഓനാണ് നല്ലത്, മറ്റൊരു പറയുന്നു ഇവനാണ് നല്ലത്. ഡിസഗ്രിമെൻ്റ് ഉണ്ട്, ആരാണ് നല്ലത് എന്ന് തീരുമാനിക്കണം. അപ്പോൾ ഡിബേറ്റിൽ സ്വാഭാവികമായിട്ടും ഈ ഡിസഗ്രിമെൻറ്റിൽ ആരാണ് നല്ലത് ആരാണ് മോശം എന്നുള്ള ചർച്ചയിൽ അതിനെ തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം, അതിൽ രണ്ടുപേരും എന്താണ് നല്ലതാക്കുന്നതിൽ എന്നുള്ളതിലൊരു അഗ്രിമെൻ്റ് വേണം അല്ലേ. എന്താണ് നല്ലത് ആരാണ് നല്ലത് എന്നുള്ള ക്വസ്റ്റ്യനിൽ എന്ത് വേണം, ഒരു അഗ്രിമെൻ്റ് ഉണ്ടായാലേ ഈ ഡിബേറ്റ് പോസിബിൾ ആവുന്നുള്ളൂ. ഈ ഡിബേറ്റിൽ നമ്മൾ ഡിബേറ്റ് ചെയ്യാതെ നിരന്തരം അംഗീകരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിദ്യാർത്ഥിയെ നല്ലതാക്കുന്നത് എന്ന് പറയുന്ന ഈ പ്രിമൈസാണ്. അപ്പം ഞാൻ പറയും ഓനാണ് നല്ല പഠിക്കണത്, അപ്പം മറ്റോ പറയുമല്ലോ ഓനാണ് നല്ല പഠിക്കണത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡിയ എന്താ, നല്ലോണം പഠിക്കുന്നതാണ് നല്ല കുട്ടി എന്നുള്ള വിഷയത്തിൽ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട്. ഡിബേറ്റ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവിക്കുന്നത് എന്താ, ഈ അംഗീകാരം കൂടുതൽ 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 കൺസോളിഡേറ്റ് ആവുകയാണ് അല്ലേ. ഉദാഹരണത്തിന് പിന്നെ രണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങനെ നമ്മൾ ഈ നല്ലോണം പഠിക്കുന്നുള്ള കുട്ടിയാണോ അല്ലേ എന്നുള്ളതിൽ കമ്പാരിസൺ നടത്തുന്നു, വേറെ കുട്ടികൾ നടത്തുന്നു. ഇവിടെ ശരിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണാത്ത ഒരു നടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നല്ല കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നിരന്തരം അംഗീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ അംഗീകാരത്തെ റീപ്രൊഡ്യൂസിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അംഗീകാരമായി മാറും എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തമ്മിലാണ് ഇപ്പോൾ ഇതിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ കോൾഡ് വാർ കേട്ടിട്ടുണ്ടാവും ഇല്ലേ, ശീതയുദ്ധം. ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയും സോഷ്യലിസ്റ്റ് USSRും തമ്മിലുള്ള യുദ്ധങ്ങളാണ് ശീതയുദ്ധം എന്ന് പറയുന്നത്. ഈ ശീതയുദ്ധത്തെക്കുറിച്ച് ഇത് കോൺഫ്ലിക്റ്റ് ആണ്, ഡിസഗ്രിമെൻ്റ് ആണ്, രണ്ടുപേർക്കും രണ്ട് വേൾഡ് വ്യൂ ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ശരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സുമാണ് ഒരു രാജ്യത്തെ നന്നാക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ കൺസോളിഡേറ്റ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത്. കാരണം ഇവരുടെ കോൺഫ്ലിക്റ്റിൽ എപ്പോഴുള്ള ക്വസ്റ്റ്യൻ എന്താ, ആരാണ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്, ആരാണ് ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്ഡ്. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള USSR ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യലിസമാണ് ശരി എന്ന് തെളിയിക്കാൻ അവർ കാണിക്കുന്നത്. നോക്കൂ, സോഷ്യലിസത്തിലൂടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നു. ഞങ്ങൾ സ്പേസിലേക്ക് പോയി, USSR എന്ത് ചെയ്തു, ആദ്യമായിട്ട് സ്പേസിലേക്ക് യൂറി ഗഗാറിനെ പറഞ്ഞയച്ചു. അപ്പുറത്ത് അമേരിക്ക എന്ത് ചെയ്യുന്നു, ചന്ദ്രനിലേക്ക് ലയിക്കയെ പറഞ്ഞേക്കുന്നു. ഉദാഹരണത്തിന് അഥവാ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സോഷ്യലിസം ആണോ നല്ലത് ക്യാപിറ്റലിസം ആണോ നല്ലത് എന്നുള്ള ഡിബേറ്റ് ആണെങ്കിൽ പോലും ആ ഡിബേറ്റിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ലതാവാൻ, ഒരു രാജ്യം നല്ലതാവുക എന്നത് നിശ്ചയിക്കുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടാവുക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുക, സയന്റിഫിക് റവല്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഞാൻ സാധനം പറഞ്ഞ മനസ്സിലായോ? ഡിബേറ്റിനുള്ളിൽ പിന്നെ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളും അതിനെന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് ചെയ്യും. അവരും ആ ഡിബേറ്റിലേക്ക് ഭാഗമാവാൻ ശ്രമിക്കും. ഒന്ന്. രണ്ട്, നോളജിൻ്റെ റെലവൻസ്. നമ്മൾ പഠിക്കുന്ന കാര്യത്തിനൊരു വിലയുണ്ട് നമുക്ക് തോന്നിയപ്പോഴാണ്, നമ്മൾ പഠിക്കുന്ന സാധനത്തിന് വിലയുണ്ടെന്ന് നമുക്ക് തോന്നിയപ്പോഴാണ്, നമുക്കത് ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റുമ്പോഴാണ് അല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പലപ്പോഴും ഇന്ന് പല ദർസുകളിലും, ദാറുൽ എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ ദർസുകളിലും കുട്ടികളിലൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, ഈ കിതാബൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് ഡിബേറ്റിംഗ് റെലവൻസ് എവിടെയെന്നുള്ള ക്വസ്റ്റ്യനാണ്. പബ്ലിക്കിൽ നടക്കുന്ന ഡിബേറ്റുകളിൽ ഈ പറയുന്ന ചർച്ചകൾക്ക് എന്ത് റെലവൻസ് ആണുള്ളത്, നമുക്ക് ആ ഡിബേറ്റുകളുടെ ഭാഗമാവാൻ ഇതുകൊണ്ട് എങ്ങനെ പറ്റും എന്നുള്ള ചോദ്യം. നോളജിൻ്റെ റെലവൻസും നോളജ് ഇമ്പോർട്ടൻറ്റും ഇത് പഠിക്കണമെന്നും നമുക്ക് തോന്നിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ എൻഡ് ഉണ്ടാവും, അതുകൊണ്ട് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനപ്പുറം ഈ നോളജ് കൊണ്ട് നമുക്ക് ആർഗ്യുമെൻറ്റേറ്റീവ് റെലവൻസ് അതിൻ്റെ സ്പേസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, ഇസ്തിഗാസ തവസ്സുൽ എന്നുള്ള വിഷയങ്ങളിൽ 1926 മുതൽ 1926 കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരുപാട് കാലം കേരളത്തിലെ മുസ്ലിം പണ്ഡിതരിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആളുകൾക്ക് ആഗ്രഹവും താല്പര്യവും ഇഷ്ടവുമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇസ്തിഗാസ തവസ്സുൽ സാധനം. കാരണം എന്താ, അതിനൊരു ഡിബേറ്റിംഗ് പബ്ലിക് ഉണ്ട്, അത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് റെലവൻസ് ഉണ്ട്. ആ ഡിബേറ്റ് മുസ്ലിം പബ്ലിക്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അഥവാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള അഗ്രിമെൻ്റ്, അഥവാ നമ്മൾ മുജാഹിദുകളും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യത്യാസത്തിന് അടിയിലുള്ള ഒരു അഗ്രിമെൻ്റ് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കൺസോളിഡേറ്റഡ് ആവുന്നു. ഈ ഒരു സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില കിതാബുകൾ, ഇന്ന കിതാബുകൾക്ക് കൂടുതൽ റെലവൻസ് വരുന്നു, കാരണം അവരും അത് അംഗീകരിക്കുന്നുണ്ട്. ആ കിതാബുകളുടെ അതോറിറ്റി വർദ്ധിക്കുന്നു ഫോർ എക്സാമ്പിൾ. മറ്റൊന്ന്, രണ്ട് ഡിബേറ്റുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആ ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് അല്ലാത്ത ആളുകൾ ഇറലവൻ്റായി മാറുന്നു.
ഉദാഹരണത്തിന് പിന്നെ ഒരു മൊമെന്റിൽ കേരളത്തിലെ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് EKS-AP എന്ന് പറയുന്ന ഡിബേറ്റാണ്. സുന്നി സമൂഹത്തിനുള്ളിലുള്ള രണ്ട് ഡിബേറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഈ രണ്ട് കൂട്ടരുടെ ഡിബേറ്റ് എന്താ? ആരാണ് നല്ല സുന്നി? 100% ഞങ്ങളാണ് സുന്നി, നിങ്ങളാണോ നല്ല സുന്നി എന്നുള്ള ചോദ്യമാണ്. അതോ നല്ല സുന്നി ആവുക എന്നുള്ളതാണ് അതിൻ്റെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതിലാണ് ഡിബേറ്റ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം പബ്ലിക്കിൽ സുന്നി ആവുക എന്ന് പറയുന്നത് എന്താ മാറുന്നത്? ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്സ ആയി മാറുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിയറെ ബോർദിയയുടെ ഡോക്സ ഓർത്തഡോക്സി എന്ന് പറയുന്ന സാധനം. സ്വാഭാവികമായിട്ടും ഈ ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് അല്ലാത്ത മറ്റുള്ള ആളുകൾ എന്തായി മാറുന്നു? ഇറലവൻറ്റോ അപ്രസക്തരോ ആകുന്നു. അവർക്കൊരു ഡിബേറ്റിംഗ് പബ്ലിക്കോ ഡിബേറ്റിംഗ് പിന്നെ ഡൊമൈനോ ഫീൽഡോ ഇല്ല അവരുടെ നോളജിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് ഈ ഒരു സാധനമാണ് ഇതിൽ പിന്നെ നോളജിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് കൃത്യമായി ഹിസ്റ്റോറിക്കലി പ്രൂവ്ഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ സുന്നികൾക്കിടയിലുള്ള ഷാഫി, ഹനഫി, ഹംബലി ഡിബേറ്റുകൾ എന്ന് പറയുന്നതാണ് സുന്നിയൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അഥവാ സുന്നികളല്ലാത്ത പല തരത്തിലുള്ള വ്യൂ പോയിന്റുകൾ ഒരു കാലത്ത് ഹിസ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. മിഡീവൽ മുസ്ലിം ഹിസ്റ്ററിയിൽ പല ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മുഅ്തസിലത്ത് മാത്രമൊന്നുമല്ല, പല തരത്തിലുള്ള പിന്നെ വിശ്വാസങ്ങളും പല തരത്തിലുള്ള സെക്റ്റുകളും ഉണ്ടായിരുന്നു. മുഅ്തസിലത്തിനെ ഡൊമൈനിൽ പിടിച്ചു നിർത്തുന്നത് അവർക്ക് ഡിബേറ്റബിലിറ്റി ഉണ്ടാകുമ്പോഴാണ്. സുന്നികൾക്കിടയിലുള്ള ഡിബേറ്റ് കൂടുന്നതിനനുസരിച്ച് മറ്റു അപ്പോൾ സുന്നിയൈസേഷൻ എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് എപ്പോഴും പറയുന്ന സാധനം പിന്നെ സെൽജൂക്ക് കാലഘട്ടത്തിൽ, സെൽജൂക്ക് വസീറായിട്ടുള്ള നിസാമുൽ മുൽക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സുന്നിയൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കരമായി നടക്കുന്നതും മൊത്തം മുസ്ലിം ഹിസ്റ്ററിയുടെ മെയിൻ സ്ട്രീമായി സുന്നികൾ മാറുന്നതും ആ സമയത്താണെന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അഭിപ്രായം പറയലുണ്ട്. അത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അതേ സമയത്ത് നമുക്ക് അപ്പുറത്ത് എന്ത് കാണാൻ പറ്റും? മദ്ഹബുകൾ തമ്മിലുള്ള ഭയങ്കര ഡിബേറ്റ് നടക്കുന്ന ഒരു സോഷ്യൽ കോൺട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഹാക്കദ ലഹറ ജീലു സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹാക്കദ ലഹറ ജീലു സലാഹുദ്ദീൻ. അതിൻ്റെ ഓതർ ആരായിരുന്നു? മാജിദ് അർസലാൻ. മൂപ്പരൊരു ഇസ്ലാമിസ്റ്റ് സ്കോളറാണ്. പറയുന്ന സാധനം തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനപ്പുറം മൂപ്പരയിൽ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പിന്നെ കുരിശുയുദ്ധം സംഭവിച്ചതും ജെറുസലേമൊക്കെ ഖുദ്സ് നഷ്ടപ്പെട്ടതും മുസ്ലിങ്ങൾ പരസ്പരം അടികൂടിയത് കൊണ്ടാണ് എന്ന് മൂപ്പർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഇബ്നു അഖീലും അബു ഇസാഖ് ഷിറാസിയും. അവരൊന്നും ക്രിറ്റിസൈസ് ചെയ്യല്ല, അവരുടെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള കുറേ പിന്നെ അടികളും ഡിബേറ്റുകളെ കുറിച്ചൊക്കെ മൂപ്പർ പറയുന്നുണ്ട്. മദ്ഹബുകൾ തമ്മിലുള്ള ഷാഫികളും അനഫികളും തമ്മിലുള്ള, ഷാഫികളുടെ മാത്രം ഒരു പള്ളി, അപ്പുറത്തെ അനഫികളുടെ മാത്രം പള്ളി, അപ്പുറത്തെ ഷാഫികൾക്ക് മാത്രം മദ്രസ, അപ്പുറത്തെ അനഫികളതായ മദ്രസ, ഇപ്പുറത്ത് പിന്നെ ഹംബലികൾ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സെക്ടറായിരുന്നു അന്ന്. മാലിക്കുകൾ അത്ര ചിത്രത്തിലില്ല. ഇവരും ഭയങ്കര അടിയുണ്ടായി. മുസ്ലിങ്ങളുടെ ഫുൾ ഫോക്കസ് ഇങ്ങനത്തെ സെക്ടേറിയൻ ഇഷ്യൂസിലായി. നമുക്ക് ഖുദ്സ് നഷ്ടപ്പെട്ടു എന്നാണ് മൂപ്പർ ആർഗ്യുമെന്റ് എത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അല്ലാഹു അഅലം. ഇതിന് മൂപ്പർ ഒരു ഭയങ്കര പ്രശ്നമായിട്ടാണ് കാണുന്നത്. അത് കണക്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അതും ഇതും തമ്മിലൊരു ബന്ധമില്ല, വേറെ വിഷയങ്ങളാണ് ഖുദ്സ് നഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെങ്കിൽ അവിടെ പിന്നെ കാണാതെ പോകുന്നൊരു സാധനം എന്ന് പറയുന്നത് സുന്നിയൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് സാധ്യമാക്കുന്നത് ഈ ഡിബേറ്റിംഗ് ഫീൽഡായിരുന്നു. അത് ആരൊക്കെയാണോ ഈ ഡിബേറ്റിലെ പാർട്ടിസിപ്പൻസ് ആകുന്നത് അവരുടെ ഓറിയന്റേഷൻസും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇന്റലക്ച്വൽ സാധനങ്ങളും ഡെവലപ്പ് ആവുന്നു. ഇനി ഇതിൽ തഹ്കീഖ് എന്ന് പറയുന്ന സാധനമൊക്കെയായിട്ട് പറയാൻ വിട്ടുപോയി. തഹ്കീഖ് എന്ന് പറഞ്ഞാൽ സിമ്പിളി തന്നെ ദലീൽ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് വെച്ചിട്ട് പിന്നെ ഡിബേറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. തഹ്കീഖിൻ്റെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ പിന്നെ തഹ്കീഖിൻ്റെ മെത്തഡോളജി ആയിട്ട് പലപ്പോഴും പറയുന്ന സാധനം ആദാബുൽ ബഹ്സ് വൽ മുനാദറ എന്നുള്ളതാണ്. അത് കുറേ വിഷയങ്ങൾ അതിൽ പറയാനുള്ളതാണ്. തഹ്കീഖിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദാബുൽ ബഹ്സ് വൽ മുനാദറ പഠിച്ച പണ്ഡിതരെയാണ് പലപ്പോഴും മുഹക്കിക്കുകൾ എന്ന് പറയാം. മുഹക്കിക്കുകളായ പണ്ഡിതരാവാനുള്ള മെത്തഡോളജി ആയിട്ട് അറ്റ്ലീസ്റ്റ് പിന്നെ ഈവൻ ഒരു ഖാലിദ് റുവൈബ് എന്ന് പറയുന്ന സ്കോളറുടെ ഒരു പുസ്തകമുണ്ട്, ഇസ്ലാമിക് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഇൻ 16th and 17th century എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മൂപ്പര് പ്രധാനമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത് മുഹക്കിക്കുകൾ എന്ന് പറയുന്ന ആളുകളെയും തഹ്കീഖിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്ന ഒരു ടീം ഓഫ് സ്കോളേഴ്സ്, അതിൽ പ്രധാനമായിട്ടുള്ള ആളുകൾ നമ്മൾ പറയുന്ന പിന്നെ തഫ്താസാനി ഇമാമ്, ജുർജാനി ഇമാമ്, അവർക്ക് ശേഷം വരുന്ന ഒരുപാട് ദവാനി ഇമാമ്, ഇസാമുദ്ദീനെ പോലത്തെ ആളുകളൊക്കെയാണ്. ഇവരാണ് മുഹക്കിക്കുകളായിട്ടുള്ള സ്കോളേഴ്സ് എന്ന് പലപ്പോഴും പറയുന്ന തഹ്കീഖ് എന്ന് പറയുന്ന മെത്തഡോളജി ഉള്ള ആളുകൾ. ഇവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കീ ആസ്പെക്ട് എന്ന് പറയുന്നതും പിന്നെ ഇവരുടെയൊക്കെ ഇതിലുള്ളൊരു സാധനം എന്ന് പറയുന്നത് ആദാബുൽ ബഹ്സ് വൽ മുനാദറ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ഈവൻ നമ്മൾ ഫിഖീൻ്റെ കിതാബ് എടുത്താൽ അതിൽ പറയുമ്പോൾ മുനിയാന്നുണ്ടാവും, കിതാബിലൊരു മുനിയാന്ന് വരും ചിലപ്പം. അപ്പോൾ മുനിയാന്ന് പറയുന്നത് തടയപ്പെട്ടു എന്നല്ല അതിനർത്ഥം. മൻഇ എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഓഫ് ക്രിറ്റിസിസം അവിടെ വർക്കായി എന്നുള്ളതാണ്. മൻ എന്താണെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നോക്കും? ആദാബുൽ ബഹ്സ് വൽ മുനാദറയിൽ മന്ന് എന്ന് പറഞ്ഞാൽ പ്രിമൈസ് പിന്നെ പോട്ടെ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ മന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ
പിന്നെ വനൂക്കില എന്നുണ്ടാവും. നൂക്കില എന്ന് പറഞ്ഞാൽ നഖ്ല് എന്ന് പറയുന്നൊരു മെക്കാനിസമാണ്, ഒരു ക്രിറ്റിസൈസിൻ്റെ ഒരു പർട്ടിക്കുലർ രീതിയാണ്. പിന്നെന്തുണ്ടാവുക, അപ്പോൾ ഇത് നഖ്ല് എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു എന്നൊന്നും അല്ല. അതിന് ആ നഖ്ല് എന്താണെന്നുള്ള സാധനം നമുക്ക് ആദ്യം മനസ്സിലാവണം. അതിനാണ് എന്ത് നമ്മൾ പഠിക്കുന്നത് സിലബസിൽ, ആദാബുൽ വസ്ഫൽ മുനാദറ പഠിക്കണത്. പിന്നെ നമ്മൾ PG പഠിക്കണത് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ കുറേ മുമ്പ് പഠിക്കേണ്ട ലോജിക്കിൻ്റെ ഒപ്പം പഠിക്കേണ്ട സാധനമാണ് മന്തിഖിൻ്റെ. പിന്നെ വേറെ മുഫാറക്ക പറയാന്ന് പറയും, ഫാറക്ക എന്ന് പറയും. എഗൈൻ അത് ഫറക്ക് എന്ന് പറയുന്ന ടെക്നിക്കൽ സാധനമാണ്, അതിൻ്റെ ഒരു ടെക്നിക്കൽ ഒരു സാധനമുണ്ട്. പിന്നെ വേറെ കുറേ ഉണ്ട്. ഇപ്പോൾ യൂജിബുൽ ഹുക്മ് എന്നുണ്ടാവും ചിലയിടത്തിൽ, യൂജിബുൽ ഹുക്മ് എന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം മൂജിബുൽ ഹുക്മ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെക്കാനിസം ഓഫ് ക്രിറ്റിസിസമാണ്. അതിൻ്റെ രീതി എന്താണ്? ഇത് ഫിഖിൽ മാത്രമല്ല, നിങ്ങൾ മന്തിക്കെടുത്താൽ നിങ്ങൾ ശറഹ് തഹ്ദീബിൽ ഈ പിന്നെ സാധനങ്ങൾ പലയിടത്തിലും വരുന്ന കാണാം. ശറഹ് തഹ്ദീബിൽ വദുഫിയ ബിൻ നഖ്ലി എന്നുണ്ടാവും. അപ്പോൾ ദുഫിയ ബിൻ നഖ്ലി എന്ന് പറഞ്ഞാൽ നഖ്ൽ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നഖ്ൽ എന്താണെന്ന് മനസ്സിലായാൽ അവിടെ ദഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നഖ്ൽ എന്നുള്ളൊരു മെക്കാനിസം എന്താണെന്ന് പറഞ്ഞാൽ ഷറഹിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്, പലയിടത്തിലും ഉണ്ടാവും. അപ്പോൾ ഇതൊരു തഹ്ഖീഖിൻ്റെ മെക്കാനിസമാണ്. അഥവാ സാധനങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്നതിനെ ഉൾക്കൊണ്ട് അതിന് ക്രിറ്റിക്കലി അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് ഒരു സാധനത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്ന സാധനങ്ങൾ നമ്മളും പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഫിഖ് പഠിക്കുമ്പം, ഒരു ഫിഖിൻ്റെ പഠനം എന്ന് പറയുന്നത് ഡിബേറ്റിംഗ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അതിൽ രണ്ട് ഓപ്പോസിങ് വ്യൂ പോയിന്റുകളെ മനസ്സിലാക്കി ആ വ്യൂ പോയിന്റുകൾ പറയുന്ന കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്തിലേക്ക് പോകുന്നതാണ്, ഹുക്മ് പറയുന്നതിലേക്ക് പോകുന്നതാണ്. പിന്നെ വേറെയും അതിൽ പിന്നെ കുറേ പൊളിറ്റിക്കൽ വശങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഫിഖ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു യഥാർത്ഥ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ ഒരു തഹ്ഖീഖിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് മാത്രം പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പിന്നെ സംശയങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ റെസ്പോൺസുകളോ ക്രിറ്റിസിസമോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.